ഡിയർ സ്റ്റുഡൻസ്, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന ചാപ്റ്ററിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഡിസ്കസ് ചെയ്ത 2 ക്ലാസുകൾ നിങ്ങൾ കണ്ടുവല്ലോ. 3ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ മാർച്ച് 2017, 2016, 2015 ആൻഡ് ഇംപ്രൂവ്മെന്റ് 2016 എന്നീ ഇയറിലെ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ്. ഫസ്റ്റ്, മാർച്ച് 2017 ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, the domain of the function f of x equal to 1 by x minus 1 is dash. നമ്മൾ ഇതിനു മുന്നിൽ ഡിസ്കസ് ചെയ്തതാണ് ഒരു റാഷണൽ ഫംഗ്ഷന്റെ ഡൊമെയിൻ കണ്ടുപിടിക്കാൻ ഡിനോമിനേറ്റർ 0 അല്ലാത്ത x വാല്യൂസ് കണ്ടുപിടിച്ചാൽ മതി. ഹിയർ ഡിനോമിനേറ്റർ ഈസ് x minus 1. Hence x minus 1 equal to 0 implies x equal to 1. ഡിനോമിനേറ്റർ 0 ആകുന്നത് x 1 എന്ന് പറഞ്ഞ വാല്യൂ ചൂസ് ചെയ്യുമ്പോഴാണ്. ഹെൻസ് ഡൊമെയിൻ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് എക്സെപ്റ്റ് 1 r മൈനസ് സെറ്റ് 1. അപ്പൊ എക്സ് മൈനസ് 1 ആയതുകൊണ്ടാണ് r മൈനസ് സെറ്റ് 1. എക്സ് മൈനസ് 3 ആയിരുന്നുവെങ്കിൽ r മൈനസ് സെറ്റ് 3 ആയിരിക്കും. കൺസിഡർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ റിലേഷൻ r on the set of natural numbers is defined by r equal to set of all ordered pair xy such that y equal to x. X is a natural number less than 4, x, y belongs to n. Write the relation in roster form. Write domain and range of the function. ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. Here given x is a natural number less than 4. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എക്സിന്റെ വാല്യൂസ് കണ്ടുപിടിക്കുകയാണ്. അപ്പൊ എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 4. ദാറ്റ് മീൻസ് എക്സ് ഈക്വൽ ടു 1, 2, 3. ലെസ് ദാൻ 4 ആണ്. 4നേക്കാളും ലെസ് ആയതുകൊണ്ട് 1, 2, 3. y also belongs to n. Then relation is y equal to x. Then x equal to 1 ആകുമ്പോൾ y equal to 1. x 2 ആകുമ്പോൾ y equal to 2. x 3 ആകുമ്പോൾ y equal to 3. Hence we can write the relation r as 1, 1, 2, 2, 3, 3. yയും x ഉം ഈക്വൽ ആണ്. അപ്പൊ x 1 ആകുമ്പോൾ yയും 1 തന്നെയാണ്. അപ്പോ 1, 1, 2, 2, 3, 3. ഇതാണ് റിലേഷൻ r കിട്ടുന്നത്. നെക്സ്റ്റ് ഫൈൻഡ് ഡൊമെയിൻ ആൻഡ് റേഞ്ച്. ഡൊമെയിൻ ഈസ് സെറ്റ് ഓഫ് ഓൾ ഫസ്റ്റ് എലമെന്റ്സ് ഇൻ ദ ഓർഡേർഡ് പെയർസ്. ഫസ്റ്റ് എലമെന്റ്സ് ആർ 1, 2, 3. ഹെൻസ് ഡൊമെയിൻ ഈക്വൽ ടു 1, 2, 3. Range is set of all second elements of the ordered pairs. Here second elements are 1, 2, 3. Range equal to 1 set 1, 2, 3. Next question. Draw the graph of the modulus function f of x equal to modulus of x, x belongs to r. ഇനി അങ്ങോട്ടുള്ള കുറച്ച് ഇയേഴ്സിൽ ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ
മോഡുലസ് ഫംഗ്ഷന്റെ ക്വസ്റ്റ്യൻസ് ഇനി ഡിസ്കസ് ചെയ്യില്ല. അപ്പൊ നമുക്ക് ഇതിൽ മോഡുലസ് ഫംഗ്ഷനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് മെന്റ് ബൈ എ മോഡുലസ് ഫംഗ്ഷൻ? മോഡുലസ് ഫംഗ്ഷൻ f of x equal to modulus of x. X belongs to R. Then if x greater than 0, then f of x equal to x. This modulus of 3 equal to 3. So f of x equal to x if x is positive, that is x greater than 0. What happened if x equal to 0? Then modulus of 0 equal to 0. That means f of x equal to x. Then if x less than 0, that is negative, then f of x equal to modulus of minus 5 equal to 5. That is sign change ചെയ്യുന്നു. minus 5 5 ആകുന്നു. അതുകൊണ്ട് f of x equal to minus x if x less than 0. ഒന്നുകൂടെ പറഞ്ഞാൽ x 0 ആകുമ്പോൾ f of x equal to 0. x പോസിറ്റീവ് ആകുമ്പോൾ അതേ വാല്യൂ തന്നെയാണ് കിട്ടുന്നത്. 0 ആകുമ്പോൾ 0, 1 ആകുമ്പോൾ 1, 2 ആകുമ്പോൾ 2. നെക്സ്റ്റ് നെഗറ്റീവ് ആകുമ്പോൾ സൈൻ ചേഞ്ച് ചെയ്യുന്നു. നെഗറ്റീവ് 1 ആകുമ്പോൾ പോസിറ്റീവ് 1 ആകുന്നു, നെഗറ്റീവ് 2 ആകുമ്പോൾ പോസിറ്റീവ് 2 ആകുന്നു. അപ്പോൾ നമ്മൾ മോഡുലസ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് f of x equal to x if x greater than or equal to 0, equal to minus x if x less than 0. Next, draw the graph of modulus function. Plot these points. First 0, 0. This point 0, 0. 1, 1. This point x1, y1. Plot this point. And minus 1, 1. That is this point. 2, 2 and minus 2, 2. ഈ points plot ചെയ്യുക. Next, draw the line joining these points. We get the graph of modulus function. ഇതാണ് modulus functionന്റെ ഗ്രാഫ്. Next, what is its domain and range? Domain നമ്മൾ നേരത്തെ പഠിച്ചാണ്. ഡൊമെയിൻ കണ്ടുപിടിക്കാൻ എക്സ് ആക്സിസിലെ പോയിന്റ്സിന് പെർപെൻഡിക്കുലർ വരക്കുക. അപ്പൊ ഇത് ഗ്രാഫിങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ എല്ലാ പോയിന്റ്സിലും ഗ്രാഫിനെ ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡൊമെയിൻ ഓഫ് മോഡുലസ് ഫംഗ്ഷൻ ഈസ് റിയൽ നമ്പർ. നെക്സ്റ്റ് റേഞ്ച്. ഗ്രാഫ് ഇവിടുന്ന് മുകളിലേക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ പോയിന്റ്സിൽ ഒന്നും പെർപെൻഡിക്കുലർ വരച്ചാൽ ഗ്രാഫിനെ ടച്ച് ചെയ്യുന്നില്ല. അപ്പോ y വാല്യൂ ഒരിക്കലും നെഗറ്റീവ് ആകുന്നില്ല. നമുക്ക് ഇവിടുന്ന് തന്നെ മനസ്സിലാവും y വാല്യൂ നെഗറ്റീവ് ആകുന്നില്ല. 0യും പോസിറ്റീവ് വാല്യൂസും ആകുന്നുള്ളൂ. അപ്പൊ പോസിറ്റീവ് ആകുമ്പോൾ ഏത് പോയിന്റ്സിൽ നിന്നും പെർപെൻഡിക്കുലർ വരച്ചാൽ ഗ്രാഫിനെ 2 പോയിന്റ് ടച്ച് ചെയ്യുന്നുണ്ട്. ഹെൻസ് ഡൊമെയിൻ ഈക്വൽ ടു range equal to r plus union set 0. Set of all positive real numbersഉം 0യും ഉൾപ്പെട്ടതാണ് റേഞ്ച് വരിക. r plus union set 0. അപ്പോൾ ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. മോഡുലസ് ഫംഗ്ഷന്റെ ഡെഫിനിഷൻ പഠിച്ചു വെക്കുക. f of x equal to x if x greater than or equal to 0, minus x if x less than 0, and this table, graph, domain, range. Next question. Improvement 2016 questions. P equal to m n, Q equal to n m. State whether the following is true or false. Given P cross Q. Set of all ordered pair m n n m. P cross Q ഇതിൽ 2 elements മാത്രമേ ഉള്ളൂ. What is P cross Q? M first elements from P and second element from Q. M n. Next m m. Here mm ഇല്ല. n n n n ഉം ഇതിലില്ല.
പി ക്രോസ് ക്യൂവിൽ 2 into 2 4 എലമെന്റ്സ് വേണം. അപ്പൊ ഇതിൽ എം എമ്മും എൻ എന്നും മിസ്സിംഗ് ആണ്. ഹെൻസ് this one is false. We get P cross Q as M N M M N N N M 4 elements. Next one. Write the relation set of 4 ordered pair x x cube. X is a prime number less than 10 in roster form. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതേമാതിരി ചെയ്തു. ആദ്യം ചെയ്യേണ്ടത് എക്സിന്റെ വാല്യൂസ് ഐഡന്റിഫൈ ചെയ്യാണ് വേണ്ടത്. എക്സ് ഈസ് എ പ്രൈം നമ്പർ ലെസ് ദാൻ 10. വാട്ട് ആർ ദ പ്രൈം നമ്പേഴ്സ് ലെസ് ദാൻ 10? 2, 3, 5, 7. നെക്സ്റ്റ് എക്സ് വാല്യൂസ് കിട്ടിയാൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എക്സ് ഈക്വൽ ടു 2 ആവുമ്പോൾ y 2 ക്യൂബ് ദാറ്റ് ഈസ് 8. Hence we write R equal to set of all ordered pair 2 2 cube. ഇനി എക്സിന്റെ നെക്സ്റ്റ് വാല്യൂ 3 കൊടുക്കുമ്പോൾ 3 3 ക്യൂബ്, 5 5 ക്യൂബ്, 7 7 ക്യൂബ്. അപ്പൊ അതിന്റെ ക്യൂബ് വാല്യൂസ് കണ്ടുപിടിച്ചാൽ 2 8 3 27 5 125 7 3 43 എന്ന് കിട്ടും. ഇതാണ് റിലേഷൻ വരുന്നത്. ഇനി ഇതിന്റെ ഡൊമൈനും റേഞ്ചും കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഡൊമൈൻ ഈക്വൽ ടു 2 3 5 7, റേഞ്ച് ഈക്വൽ ടു 8 27 125 343. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ഈക്വൽ ടു 1 2 3 4, ബി ഈക്വൽ ടു 1 5 9 11 15 16 ആൻഡ് എഫ് 1 5 ordered pair 2 9 3 1 ordered pair 4 5 ordered pair 2 1. State with reason whether f is a relation or a function. അപ്പോൾ ഒരു റിലേഷൻ എന്താണ്, ഒരു ഫംഗ്ഷൻ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. What is meant by a relation? A relation is a subset of A cross B. അപ്പോൾ എഫ് റിലേഷൻ ആണോ നോക്കണമെങ്കിൽ ഫസ്റ്റ് എലമെന്റ്സ് എടുക്കുക. ഫസ്റ്റ് എലമെന്റ്സ് ഓഫ് ദി ഓർഡേർഡ് പേഴ്സ് 1 2 3 4 2 റിപ്പീറ്റഡ്. അപ്പോൾ 1 2 3 4 ദാറ്റ് ബിലോങ്സ് ടു എ. അപ്പോൾ ഫസ്റ്റ് എലമെന്റ്സ് എയിലെ എലമെന്റ്സ് ആണ്. സെക്കൻഡ് എലമെന്റ്സ് 5 9 1 ബാക്കി റിപ്പീറ്റഡ്. അപ്പോൾ 1 5 9 ദാറ്റ് ബിലോങ്സ് ടു ബി. അപ്പോൾ ഫസ്റ്റ് എലമെന്റ്സ് എയിലാണ്, സെക്കൻഡ് എലമെന്റ്സ് ബിയിലാണ്. ഹെൻസ് എഫ് എന്ന് പറഞ്ഞത് എ ക്രോസ് ബിയിലെ സബ്സെറ്റ് ആണ്. എ റിലേഷൻ ഫ്രം എ ടു ബി ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി. ഇവിടെ എഫ് എന്ന് പറഞ്ഞത് എന്താണ്? എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആണ്. Hence f is a relation. Reason എന്താണ്? f is the subset of A cross B. Every subset of A cross B is a relation from A to B. Hence f is a relation. അപ്പോൾ റിലേഷൻ ആണോ നോക്കണമെങ്കിൽ, എയിൽ നിന്നും ബിയിലേക്കുള്ള റിലേഷൻ ആണോ നോക്കണമെങ്കിൽ ഫസ്റ്റ് എലമെന്റ് എയിലാണ്, സെക്കൻഡ് എലമെന്റ് ബിയിലുമാണെങ്കിൽ അത് ഒരു റിലേഷൻ ആയിരിക്കും. നെക്സ്റ്റ് ഫംഗ്ഷൻ ആണോ ചെക്ക് ചെയ്യണം. ഫംഗ്ഷൻ ആവണമെങ്കിൽ ഫസ്റ്റ് എലമെന്റ്സ് കംപ്ലീറ്റ് എയിൽ നിന്നും ബിയിലേക്കുള്ള ഫംഗ്ഷൻ ആകണമെങ്കിൽ എല്ലാ എലമെന്റ്സിനും ഇമേജ് ഉണ്ടായിരിക്കണം. 1 2 3 4. അപ്പൊ എല്ലാ എലമെന്റ്സിനും ഇമേജ് ഉണ്ട്. പക്ഷെ അത് മാത്രം പോരാ, എല്ലാ എലമെന്റിനും ഇമേജ് ഉണ്ടായിരിക്കുകയും ഒന്നിൽ കൂടുതൽ ഇമേജ് ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ 1ന് ഒരു ഇമേജ് 5 ഉള്ളൂ, 2വിന് 9 ഉണ്ട് 1 ഉണ്ട്. അപ്പൊ 2 എന്ന് പറഞ്ഞ എലമെന്റിന് 2 ഇമേജ് ഉണ്ട്. അതൊരിക്കലും പോസിബിൾ അല്ല. ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ ഒരെലമെന്റിന് ഒരു ഇമേജ് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. ഹെൻസ് എഫ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ. നമുക്ക് റീസൺ എന്താ എഴുതേണ്ടത്?
the element 2 has 2 images 9 and 1. അപ്പോൾ 2വിന് 2 ഇമേജ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് ഒരു ഫംഗ്ഷൻ അല്ല. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി, ഒരു ഇതേ രീതിയിൽ റോസ്റ്റർ ഫോമിൽ തന്നാൽ ഫംഗ്ഷൻ ആകണമെങ്കിൽ എയിലെ എല്ലാ എലമെന്റും ഫസ്റ്റ് എലമെന്റ് ആയിട്ട് വരണം. റിപ്പീറ്റേഷൻ പാടില്ല. എയിലെ എലമെന്റ് ഇവിടെ 2 റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് ഫംഗ്ഷൻ അല്ല. നെക്സ്റ്റ് മാർച്ച് 2016 ക്വസ്റ്റ്യൻസ്. ഓർഡർഡ് പെയർ x plus 1 y minus 2 equal to ordered pair 3 1. Then find the values of x and y. അപ്പോൾ ഓർഡർഡ് പെയർസ് ഈക്വൽ ആണെങ്കിൽ കറസ്പോണ്ടിങ് പൊസിഷൻസ് ഇക്വേറ്റ് ചെയ്യുക. ഹെൻസ് x plus 1 equal to 3. Then x equal to 3 minus 1 equal to 2. y minus 2 equal to 1. Hence y equal to 1 plus 2 equal to 3. അപ്പോൾ ഓർഡർഡ് പെയർസ് തന്നാൽ ഓർഡർഡ് പെയറിലെ കറസ്പോണ്ടിങ് പൊസിഷൻസ് ഇക്വേറ്റ് ചെയ്ത് അൺനോൺ വാല്യൂസ് കണ്ടുപിടിക്കുക. നെക്സ്റ്റ്, ലെറ്റ് a equal to set 1 2 3 4 5, b equal to 4 6 9, b 2 sets. Define relation from a to b y by set of all ordered pair x y such that x minus y is a positive integer. Find a cross b and hence write r in roster form. First find out a cross b. a cross b ഒരുപാട് പ്രോബ്ലം നമ്മൾ ചെയ്തു. ഫസ്റ്റ് എലമെന്റ്സ് ഫ്രം എ ആൻഡ് സെക്കൻഡ് എലമെന്റ്സ് ഫ്രം ബി. അപ്പോൾ 1ൽ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ ഓർഡർഡ് പെയർസും എഴുതുക. 1 4, നെക്സ്റ്റ് 1 6 1 9, നെക്സ്റ്റ് 2ല് 2 4 2 6 2 9, നെക്സ്റ്റ് 3ൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഓർഡർഡ് പെയർസ് 3 4 3 6 3 9, നെക്സ്റ്റ് 4 4 4 4 6 4 9, 5 4 5 6 5 9. This a cross b. Next write r in roster form. The relation r is given by x minus y is a positive integer. അപ്പോൾ 1 മൈനസ് ഈ 3 എലമെന്റ്സ് എടുത്താലും പോസിറ്റീവ് കിട്ടില്ല. 1 മൈനസ് 4 നെഗറ്റീവ് ആണ്. 1 മൈനസ് 6ഉം മൈനസ് 5 നെഗറ്റീവ് ആണ്. 2 മൈനസ് 4 ഈ 3 എലമെന്റ്സിലും നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടുക. 3 എടുത്താലും നമുക്ക് 3ൽ നിന്നും ഈ എലമെന്റ്സ് മൈനസ് ചെയ്താൽ നെഗറ്റീവ് ആണ്. 4 മൈനസ് 4 0 ആയിരിക്കും. പക്ഷെ ബാക്കി രണ്ടും നെഗറ്റീവ് ആണ്. പോസിറ്റീവ് 4ലും നമുക്ക് കിട്ടുന്നില്ല. 5 എടുത്താലോ 5 മൈനസ് 4 ഈക്വൽ ടു 1, പോസിറ്റീവ് ഇന്റിജർ. അപ്പോൾ 5 മൈനസ് 4 പോസിറ്റീവ് ആണ്. 5 മൈനസ് 6ഉം 5 മൈനസ് 9ഉം എന്താണ്? നെഗറ്റീവ് ആണ്. അപ്പോൾ x മൈനസ് 5 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 5 മൈനസ് 4 ഒഴികെ ബാക്കി ഒക്കെ നെഗറ്റീവും 0യും ആണ് കിട്ടുന്നത്. ഹെൻസ് r ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡർഡ് പെയർ 5 4. ഒരു എലമെന്റ് മാത്രമേ വരുന്നുള്ളൂ. ബിയിൽ നിന്നും എയിലേക്കാണെങ്കിൽ ഒരുപാടുണ്ട്. 6 മൈനസ് ഒരുപാട് ഓർഡർഡ് പെയർസ് കിട്ടും. പക്ഷെ എയിൽ നിന്നും ബിയിലേക്ക് ആയതുകൊണ്ട് ഒരു ഓർഡർഡ് പെയർ മാത്രമേ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളൂ. നെക്സ്റ്റ് മാർച്ച് 2015. Find the domain of the function f of x equal to x square plus 3x plus 5 divided by x square minus 5x plus 4. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. റാഷണൽ ഫംഗ്ഷൻ, അപ്പോൾ ഡിനോമിനേറ്റർ 0 ആകുന്ന പോയിന്റ്സ് റിയൽ നമ്പറിൽ നിന്ന് ഒഴിവാക്കിയാൽ മതി. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 5x plus 4 equal to 0. x square minus 5x plus 4 equal to 0. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac by 2a ഫോർമുല യൂസ് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് എന്താണ് ആഡ് ചെയ്യുമ്പോൾ -5 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 എലമെന്റ്സ് ആർ
-4 and -1. Hence we write x minus 4 into x minus 1 equal to 0. That is x minus 4 equal to 0, x minus 1 equal to 0. We get x equal to 1 and 4. Quadratic formula use ചെയ്താലും നമുക്ക് ഇതേ ആൻസർ കിട്ടും. Hence domain equal to r minus set 1 4. അപ്പോൾ ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഡിനോമിനേറ്റർ നിങ്ങൾ 0 ആകുന്ന പോയിന്റ്സ് കണ്ടുപിടിച്ചിട്ട് r minus set of all that points. Consider AB. Define a relation by r equal to set of all ordered pair xy. X minus y is odd. Write r in roster form and find the range of r. X minus y is odd. അപ്പോൾ കണ്ടുപിടിക്കുക 1. 1 minus which elements in B is odd? 1 minus 4 equal to -3. -3 is odd number. അപ്പോൾ 1 4. Next 1 minus 6 minus 5 odd number. അപ്പോൾ 1 4 1 6. 1 minus 9 minus 8. 8 is not an odd number. അപ്പോൾ 1 9 odd pair R ഉണ്ടാകില്ല. Next 2 4. 2 minus 4 odd number അല്ല. 2 minus 6 odd number അല്ല. 2 minus 9 minus 7 odd number ആണ്. അതുകൊണ്ട് 2 9 ഉണ്ടാകും. അതേ രീതിയിൽ നോക്കുക. 3 4 3 6 വരും. പിന്നെ 5 4 5 6. അപ്പോൾ ഇവിടുന്ന് ഒരു എലമെന്റ് എടുത്തിട്ട് ഇത് സബ്സ്ട്രാക്ട് ചെയ്യുക. ഓഡ് നമ്പർ കിട്ടുന്നുണ്ടെങ്കിൽ ആ ഓൾഡ് പെയർ ഇവിടെ എഴുതുക. റേഞ്ച് സെറ്റ് ഓഫ് ഓൾ സെക്കൻഡ് എലമെന്റ്സ് 4 6 9. ബാക്കി റെപ്പിറ്റേഷൻ ആണ്. അപ്പോൾ റേഞ്ച് ഈക്വൽ ടു 4 6 9. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.